ശ്രുതി എന്നാലും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അവൾ അവളുടെ ഫ്രണ്ട് മീരയുടെ വീട്ടിലേക്കായിരിക്കും, അല്ലാതെ വേറെ എവിടെ പോനാ? നിങ്ങൾ ഇവിടെ ഇരിക്കുക. എന്തൊക്കെയാടാ ഈ കുടുംബത്ത് നടക്കുന്നത്? സമയം ശരിയല്ലെന്നാ തോന്നുന്നേ. സമയമൊക്കെ ശരിയാച്ചാ, ഇവിടെ താമസിക്കുന്ന മനുഷ്യരെ ശരിയല്ലാത്തത്, അതാണ് പ്രശ്നം. എല്ലാരും പ്രശ്നക്കാരല്ലല്ലോടാ. രേവതി വന്നിട്ട് ഇന്നേവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ശ്രുതി ഒരൊറ്റ ആളാ, വേറെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പറഞ്ഞത് ശരിയാ. അവള് പറഞ്ഞതെല്ലാം കള്ളത്തരം തന്നെയാ. ഇങ്ങനെയുണ്ട് ഒരു പെണ്ണ്. അവള് നമ്മളെല്ലാരും ചതിക്കായിരുന്നു. നമ്മളെയൊക്കെ വെറും മണ്ടന്മാരായി കളഞ്ഞില്ലേ. അവള് സൂത്രശാലിയാച്ചാ. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് അവൾ ഈ വീട്ടിലേക്ക് വലതുകാലിൽ വെച്ച് എന്ന് കയറിയോ അന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അന്ന് ആരും ചെവിക്കൊണ്ടില്ല. നല്ലവളായിട്ട് അഭിനയിക്കായിരുന്നു അവള്. അമ്മ നല്ല ദേഷ്യത്തിലാ. ഇനി അവളെ ഈ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേവതി മോള് പറഞ്ഞത് ശരിയാ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? പാർലടത്തെ അമ്മ കൊല്ലാതിരുന്നത് ഭാഗ്യം കരുതിയാൽ മതി. അമ്മ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായില്ലേ? ഓ, അവൾ അച്ഛൻ കോടീശ്വരനാണ്, അദ്ദേഹത്തിന് സമ്പത്ത് മണൽ കയറ്റിയ ലോറി എന്ന പോലെ മലേഷ്യ ഇങ്ങോട്ട് ഒഴുകും എന്നിങ്ങനെയൊക്കെ അമ്മ കരുതിയത്. അങ്ങനെയല്ലേ ഈ കല്യാണം നടത്തിയതും. ഇപ്പൊ അച്ഛനുമില്ല സമ്പത്തുമില്ല. പറഞ്ഞതെല്ലാം കള്ളം. പാർലടത്തെ ഒരു ദരിദ്രവാസിയാണെന്നും 10 പൈസയുടെ ഉപകാരമില്ലെന്നും അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാ അവളെ കഴുത്തിന് വെച്ച് വെളിയിലാക്കിയത്. കാശുകാരിയാണെന്ന് കരുതി തലയെ കൊണ്ട് നടന്നു. കാശുകാരി അല്ലെന്നറിഞ്ഞപ്പോ കഴുത്തിന് പിടിച്ചങ്ങ് തള്ളിക്കളഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇത് ശരിയല്ല. ശ്രുതി കാണിച്ചത് തെറ്റൊക്കെ തന്നെയാ. കള്ളം പറഞ്ഞു, ചതിച്ചു. ആ തെറ്റ് നമുക്ക് അവൾക്ക് എന്ത് ശിക്ഷ വേണേലും കൊടുക്കാം. പക്ഷേ കാശുകാരി അല്ല എന്ന് കരുതി പിടിച്ച് പുറത്താക്കുന്നത് ശരിയല്ല. ആ, നിങ്ങൾ എന്താ ഇത് പറയാതെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ ചെയ്തത് 100% ശരിയാ. അവൾ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. ആർക്കെങ്കിലും മനസ്സലിവ് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്ക്. അവളെ ഞാൻ ഇനി ഈ വീട്ടിൽ കയറ്റില്ല. ചന്ദ്രേ, അവള് നമ്മളുടെ മകൻ സുധിയുടെ ഭാര്യ, അത് നീ മറക്കണ്ട. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ അങ്ങനെ ചെയ്യരുതമ്മേന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. താലി കെട്ടിയെന്ന കാരണത്താല് ഭാര്യ എന്ത് തെറ്റ് ചെയ്താലും അവളെ കൂടെ നിർത്തണമെന്നില്ല. കെട്ടിയ താലി അഴിക്കാനും കഴിയും. ഓഹോ, അപ്പൊ നീ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? നിങ്ങളൊക്കെ വെറും കാഴ്ചക്കാരാ. എന്റെ മോനെ ചതിക്കപ്പെട്ടത്. അവന്റെ വിഷമം മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല. പക്ഷേ എനിക്കതിന് കഴിയും. അപ്പൊ ഞങ്ങളെക്കാരാ അന്യരാ? ഞാനേ അവന്റെ അച്ഛനാ. ആരായാലും ശരി, ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാ. നിങ്ങൾ ആരും തലയിടണ്ട. അതെങ്ങനെ നിന്റെ മാത്രം പ്രശ്നമാവുന്നേ? എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? അമ്മേ, നമ്മളെല്ലാം ഒരു വീട്ടിലല്ലേ താമസിക്കുന്നേ? ഒരു കുടുംബമല്ലേ? ഇവിടെ ഒരാൾക്ക് പ്രശ്നം വന്നാ അത് എല്ലാവരുടെയും കൂടിയാ. അതിലെല്ലാവരും ഇടപെടും. ഒരു കുടുംബമൊക്കെ തന്നെ. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. എന്റെ മകന്റെ കാര്യത്തില് ഞാൻ തന്നെയാണല്ലോ തീരുമാനങ്ങൾ എടുക്കാറ്. നിങ്ങളാരും അല്ലല്ലോ. ആ കള്ളിയോട് സിമ്പതി തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരും നോക്കണ്ട. അങ്ങനെ ചെയ്താ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ആ ചന്ദ്രേ, കുറച്ചു നാളൊന്നും നീ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ? എന്നിട്ട് അവളെ തിരിച്ചു വിളിച്ചത് ഞാനാ? സുധിയെ കൊണ്ട് നീയല്ലേ വിളിപ്പിച്ചേ? അന്ന് നീ അവള് ചെയ്തതെല്ലാം മറന്നിട്ട് വീണ്ടും തലയെ കയറ്റി വെച്ചത് നീ തന്നെയല്ലേ? അച്ഛാ, അന്ന് പാർലടത്തിട്ട് പാട്ടിന് പോയിരുന്നെങ്കിൽ സ്വപ്നം കണ്ട പാർലടത്തിന്റെ അച്ഛന്റെ സ്വത്തുവകകൾ അത് കിട്ടില്ലോ എന്ന് കരുതിയാണ് അമ്മ അവളെ തിരിച്ചു വിളിച്ചതും തലയിൽ കൊണ്ടു നടന്നതും. ഇപ്പൊ കോടീശ്വരനായ അച്ഛനുമില്ല, സ്വത്തുമില്ല. അതുകൊണ്ട് അമ്മേനെയും തിരിച്ചു വിളിക്കത്തൊന്നുമില്ല. അവളെ തിരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അമ്മയ്ക്കും മോനും എന്ത് കിട്ടാനാ? അല്ലേ അമ്മേ? നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു മണ്ടിയൊന്നുമല്ല.
ഞാൻ വിശ്വസിച്ച് കൂട്ടിക്കൊണ്ട് വന്ന മരുമകള് എന്നെ എന്റെ മകനെയും ചതിച്ചു. ഇത് ഞാൻ പൊറുക്കില്ല. സുധി അവളും ഇനി രണ്ട് വഴിക്കാ. നിങ്ങളായിട്ട് വീണ്ടും ഇത് കൂട്ടിക്കെട്ടാൻ നോക്കരുത്. വിഷയം വേറൊരു വഴിക്കാണല്ലോ പോകുന്നേ. കുടുംബത്തൊരു സമാധാനമല്ല ഉണ്ടായി. വാ, വന്ന് ഭക്ഷണം കഴിക്ക്. എനിക്കിപ്പോ വേണ്ട, നീ പോയി കഴിക്ക്. നീ പട്ടിണി കിടക്കാൻ പോവാണോ? നീ ഇവിടെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്ന് അറിഞ്ഞ നിന്റെ ഭർത്താവും വീട്ടുകാരും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോവോ? ആര് പട്ടിണി എടുക്കാൻ പോകുന്നു? ഞാൻ പട്ടിണി എടുക്കേണ്ട ആവശ്യം എന്താ? എനിക്കിപ്പോ വേണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാനേ ഉണ്ണാതെ ഉറങ്ങാതെ ഇവിടെ കരഞ്ഞിരിക്കുന്ന ആരും കരുതണ്ട. ആ, എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, നീ വന്ന് കഴിച്ചേ. വാ. സുധി ഭക്ഷണം കഴിച്ച് കാണുമോ മീരെ? കഴിച്ചു കാണും. നീയല്ലേ പറഞ്ഞത് അവന് വിശപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന്? അവന്റെ അമ്മ അവനെ ഊട്ടി വിട്ട് കാണും. നിനക്കും അവന്റെ അമ്മയ്ക്കും അവൻ കൊച്ചുകുട്ടിയെ പോലെ ആണല്ലോ. അവൻ നല്ല ദേഷ്യത്തിലും സങ്കടത്തിലുമാ. എന്നാലും സുധീനെ വിളിക്കാതിരിക്കൊന്നുമില്ല. ആ പ്രതീക്ഷയിലാ ഇപ്പൊ ഞാൻ. തന്ത്രപൂർവം അവനിലൂടെ അവിടെ കയറിപ്പറ്റാനായിരിക്കും നിന്റെ പ്ലാൻ അല്ലേ? ആ, ആദ്യം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അവൻ വിളിക്കട്ടെ. നീ കള്ളം പറഞ്ഞ് അവനെ ചതിച്ചിട്ടും അവനൊരു അക്ഷരം മിണ്ടിയില്ല. നിന്നെ ഒന്നും ചെയ്തതുമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിന്റെ കയ്യും കാലും തല്ലിയൊടിച്ച് വെളിയിലേക്ക് എറിഞ്ഞേനെ. അവൻ ആളൊരു സോഫ്റ്റ് ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ല, അവനൊരു സോഫ്റ്റ് ആയതുകൊണ്ടാണല്ലോ നീ അവനെ കള്ളം പറഞ്ഞ് പറ്റിച്ചതും നീ പറയുന്നതെല്ലാം അവൻ കണ്ണടച്ച് വിശ്വസിച്ചതും. അവനെ ഉപയോഗിച്ച് അവിടെ കയറിപ്പറ്റാന്നാണ് നിന്റെ പ്ലാനെങ്കിൽ എന്തിനാ നീ അവൻ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നീ അവനെ വിളിക്ക്. അവൻ ആകെ അപ്സെറ്റായിരിക്ക. നല്ല ദേഷ്യം കാണും എന്നോട്. ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചാൽ ശരിയാവില്ല. അവൻ നല്ല ദേഷ്യത്തിലാണെങ്കിൽ പിന്നെ അവൻ നിന്നെ വിളിക്കോ? ഒരിക്കലും വിളിക്കില്ല. നീ വെയിറ്റ് ചെയ്യുന്നത് വെറുതെയാ. അവൻ എന്നോട് ദേഷ്യത്തിലായിരിക്കാം, പക്ഷേ അവൻ എന്നെ ഒരിക്കലും വെറുക്കില്ല. അവൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാനില്ലാതെ സുധിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുധി എന്നെ വിളിച്ചിരിക്കും. എനിക്കും അവനെന്ന ജീവനാ. അവനില്ലാതെ കഴിയാൻ എനിക്കും പറ്റില്ല. അവന് വേണ്ടി ഞാൻ എന്തും വേണ്ടെന്ന് വെക്കും. ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാ. എനിക്ക് അവൻ മാത്രം മതി. നീ എന്ത് പറഞ്ഞാലും അവൻ നിന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. നീ ഭക്ഷണം കഴിക്ക്. സച്ചേട്ടാ വാ, ഭക്ഷണം കഴിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. എന്താ സച്ചേട്ടാ? ദേ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി വെറുതെ അതും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പോവാണോ? അതല്ല രേവതി, വീടിപ്പോ ഉടഞ്ഞ കണ്ണാടി പോലെയായി അല്ലേ? അതെ, എല്ലാത്തിനും കാരണം ശ്രുതിയാ. ആളുകൾ കള്ളം പറയാറുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രം വാ തുറക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് എത്ര കള്ളം അവള് പറഞ്ഞത്. എന്തായാലും ഒടുക്ക എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കിട്ടിയല്ലോ. ഇതോടെ അവള് പാഠം പഠിക്കും. ശ്രീകാന്താണല്ലോ വിളിക്കുന്നത്. ദേ, വർഷയാണല്ലോ.
ഇതെന്താ രണ്ടുപേരും നമ്മളെ ഒരേ സമയത്ത് വിളിക്കുന്നേ? ആ അവര് തമ്മില് വല്ല അടിയും കൂടി കാണും. സംസാരിച്ച് പ്രശ്നം തീർക്കാൻ വേണ്ടി വിളിക്കുന്നതാവും. നമ്മൾ രണ്ടും സമാധാന ദൂതരാണല്ലോ. സച്ചേട്ടൻ ഫോൺ എടുക്ക്, ഞാൻ കുറച്ച് മാറിന്ന് വിളിക്കാം. ഹലോ സച്ചേട്ടാ, എവിടെ ഉള്ളേ? ഞാൻ വീട്ടിലാ. നീ എവിടെ ഉള്ള? ഞാനിവിടെ റിസോർട്ടിന് പുറത്താ. ആ എന്താ വർഷേ, നീ അവനും തമ്മിൽ അടികൂടിയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് എന്ത് പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അടിച്ചു പൊളിക്കുക. സമാധാനം. ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്ക. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എന്താ വിഷയം? ശ്രുതിയ എല്ലാത്തിനും കാരണം. ആ ശ്രുതിയെടുത്ത് എന്താ ചെയ്തേ? പാർലടത്തിലെ മലേഷ്യൻ ഇളച്ചനില്ലേ, അദ്ദേഹത്തെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ടായിരുന്നു. അദ്ദേഹം എന്തിനാ അവിടെ വന്നേ? അല്ല, അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നോ? എടാ, ചെറുക്കന്റെ അമ്മാവനാ അദ്ദേഹം. അതായത് അമ്മയുടെ ഏട്ടൻ. എന്താ ചേച്ചി പറയുന്നേ? അപ്പൊ അദ്ദേഹം ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനല്ലേ? അല്ല, ശ്രുതി കള്ളം പറഞ്ഞതാ. സച്ചേട്ടാ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. എടാ, ചുമ്മാ പറഞ്ഞല്ല. വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തോട് തന്നെ സത്യവും പറയിപ്പിച്ചു. പക്ഷേ നടന്നത് ഞാൻ പറയാം. ശ്രുതി ചേച്ചി ഇത് എന്ത് ഭാവിച്ചാ? കള്ളം പറഞ്ഞ് ഇത്രയും കാലം നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു അല്ലേ? സച്ചേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, ശ്രുതിയെടുത്ത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? സത്യം മുന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? സത്യം മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ശ്രുതിയെ കൊണ്ട് അവളെ കിട്ടിക്കോ? അവള് വലിയ പണച്ചാക്കാണെന്ന് കരുതിയല്ലേ കല്യാണം നടത്തിയേ? പണക്കാരി അല്ലെന്ന് അറിഞ്ഞോടെ അവളെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു അമ്മ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണല്ലോ. ആ ശ്രുതി ചേച്ചിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാ നമ്മൾ അറിയാത്ത കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന എനിക്ക് തോന്നുന്നത്. ശരിയാ നീ പറഞ്ഞത്. അവിടെ വലിയ പ്രശ്നം നടക്കുമല്ലേ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. അതൊന്നും വേണ്ട, സാവകാശം വന്നാ മതി. ഞാൻ നടന്നു നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. അവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോ ഞങ്ങൾ ഇവിടെ ജോലി അടിച്ച് നടക്കുന്നത് എങ്ങനെയാ? അത് ശരിയല്ല. എന്റെ വർഷേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പതുക്കെ വന്നാ മതി. ഏട്ടാ, വീട്ടിലിപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞങ്ങള് നേരെ വീട്ടിലോട്ട് വരാം ഏട്ടാ. വേണ്ട വേണ്ട, ധൃതി പിടിച്ചിങ്ങോട്ട് വരുമൊന്നും വേണ്ട. നിങ്ങൾ പ്ലാൻ ചെയ്തതിലൊക്കെ നടക്കട്ടെ. സാവകാശം നിങ്ങൾ വന്നാൽ മതി. ശരിടാ, ഞാൻ പിന്നെ വിളിക്കാം. വേണ്ട വേണ്ട, ധൃതി പിടിച്ചിങ്ങോട്ട് വരുമൊന്നും വേണ്ട. നിങ്ങൾ പ്ലാൻ ചെയ്തതിലൊക്കെ നടക്കട്ടെ. സാവകാശം നിങ്ങൾ വന്നാൽ മതി. ശരിടാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ.
ചെറുപ്പത്തിലൊക്കെ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്ന പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന അപ്പൊ തന്നെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. എന്നോട് മിണ്ടിയ എന്റെ കൂടെ കൂടിയ ചീത്തയാവും എന്നൊക്കെ അമ്മ പറയുകയും ചെയ്യും. എന്നാലും അമ്മ കാണാതെ നമ്മൾ എവിടെയൊക്കെ ചെന്നിരിക്കുകയും ചെയ്യും. സംസാരിക്കാറുണ്ടായിരുന്നു അല്ലടാ? രാത്രി അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ ടെറസിലായിരുന്നു കൂടുതലും ഇരിക്കാറ്. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഞാൻ നിന്നെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ലടാ. പക്ഷേ ഞാൻ കരുതിയിരുന്നു. അവള് ഇവിടെ വന്ന് കയറിയത് മുതൽ എനിക്കവളെ നല്ല സംശയം ഉണ്ടായിരുന്നു. അവള് ഇവിടെ വന്ന് കയറിയത് മുതൽ എനിക്കവളെ നല്ല സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിയില്ലേ? എന്നിട്ടും നിനക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. എടാ, അങ്ങനെ അവളെ സംശയിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആ, അവിടെയാണ് അവളുടെ വിജയം. നന്നായിട്ട് അഭിനയിച്ച് നിന്നെ പറ്റിക്കായിരുന്നു അവള്. അവള് നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതല് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് വരെ അവള് ചെയ്ത എല്ലാ കാര്യങ്ങളിലും കള്ളത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പലവട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, എന്നെ കുറ്റക്കാരനാക്കുകയും ചെയ്തു. എന്നിട്ട് നീ എന്റെ മെക്കെട്ട് കയറി. അവള് പറയുന്ന പോലെ നീ ജീവിച്ചേ. അവളുടെ താളത്തിനൊത്ത് നീ തുള്ളി. അവള് പറഞ്ഞാൽ നീ എന്തും കേൾക്കും, വിശ്വസിക്കും എന്നുള്ള ധൈര്യത്തിലാ അവൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. അതേടാ, അവള് പറയുന്ന പോലെ ഞാനൊരു മണ്ടനായി പോയില്ലേ? ബുദ്ധിയില്ലാത്തവൻ. എന്നെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം. അവള് അങ്ങനെ തന്നെ ചിന്തിച്ചു പോയി. എടാ, എന്നെങ്കിലും ഏതെങ്കിലും കാര്യത്തില് നീ അവളൊന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവക്ക് നിന്നോട് കുറച്ചെങ്കിലും പേടി തോന്നുമായിരുന്നു. ഇങ്ങനെ കള്ളത്തരം കാണിക്കില്ലായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിയില്ല. അതാ പറ്റിയത്. എടാ, തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. ഞാൻ അവളെ അന്ധമായിട്ട് വിശ്വസിച്ചു, സ്നേഹിച്ചു. അവള് ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല സച്ചി. എന്താണത്? കരയായിരുന്നു. എനിക്ക് നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. ആരില്ലേലും ഞാനില്ലാണ് നിന്റെ കൂടെ. കുട്ടിക്കാലം മുതല് നിന്റെ രക്ഷയ്ക്ക് ഓടിയെത്തുന്നവനെ ഞാൻ. അടിപിടിയൊക്കെ കൂടുമെങ്കിലും നീ എന്റെ ഏട്ടനല്ലടാ. എടാ, നമ്മൾ ഒരു ചോരയിലടാ. നീ വിഷമിക്കാതിരിക്കുക. നമുക്കെല്ലാം ശരിയാക്കാം. ഓട്ടടാ. ചില മനുഷ്യന്മാരെ കണ്ടാലേ വെള്ളം ഇറങ്ങത്തില്ല എന്ന് പറയത്തില്ലേ? ആ, ഇവിടെ അങ്ങനൊരു അവതാരം ഇരിപ്പുണ്ട്. ഒരു വൃത്തികെട്ടവൻ. സാറേ വേണ്ട. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്ന്? ഷർട്ടിന്ന് വിട് സാറേ. വൃത്തികെട്ടവൻ.
എന്റെ ഈ കീറി ഷട്ടമ്മ അലക്കരുത്. അറത്തിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴേ ഇതുപോലൊരു റൗഡി എന്റെ കുറുകെ ചാടിയതാ. അവനിപ്പോഴും കിടപ്പില്ല. ആ അവസ്ഥയിൽ ഇവനെ ഞാൻ എത്തിക്കും.